മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എബ്രായർക്കുള്ള ലേഖനം 10-ാം 36-ാമത്തെ വാക്യം, ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 36. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പൊ നമ്മള് തമ്പുരാന്റെ ഹിതം നിറവേറ്റുമ്പോൾ സഹനശക്തി വേണം. എല്ലാത്തിനെയും വിസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് തന്നെയാണ് വിജയം. ഒരിക്കൽ ഡൊമിനിക് സാവിയോയുടെ ക്ലാസ്സിലുള്ള വികൃതി കുട്ടികൾ ഒരു തെറ്റ് ചെയ്തു. ഡൊമിനിക്കിനെ അധ്യാപകർക്ക് കാര്യമായിരുന്നതുകൊണ്ട് ഡൊമിനിക്കാണ് ഈ തെറ്റ് ചെയ്തതെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചു. എന്ത്, സാവിയോയോ? അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ലോ. പ്രധാന അധ്യാപകൻ സംഭവം അറിഞ്ഞ് ഡൊമിനിക്കിനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. നിഷ്കളങ്കനായ സാവിയോ ബഹുമാനത്തോടെ അധ്യാപകന്റെ മുൻപിൽ നിന്നു. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു. സാവിയോ, ഇത്ര വലിയ തെറ്റ് ചെയ്തുകൊണ്ട് നാളെ മുതൽ നീ സ്കൂളിൽ വരേണ്ട. സാവിയോ നടുങ്ങിത്തെറിച്ചു. താൻ ഒരിക്കലും ചെയ്യാത്ത തെറ്റാണിത്. ആ നിമിഷം അവന്റെ മനോമുഖരത്തിൽ ക്രൂശിതനായ ഈശോയുടെ മുഖം തെളിഞ്ഞു. ഒരു തെറ്റുപോലും ചെയ്യാതിരുന്നിട്ടും ക്രിസ്തു കുരിശിലേറി. താൻ സഹിക്കണം, ഇത് സഹിച്ചേ തീരൂ. ഡൊമിനിക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അധ്യാപകൻ പറഞ്ഞു, നീ ആദ്യം ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ മുഴുവൻ സമയവും നീ മുട്ടിന്മേൽ നിൽക്കണം. മാത്രമല്ല, ചെയ്ത തെറ്റ് സ്കൂൾ അസംബ്ലിയിൽ ഏറ്റുപറയുകയും വേണം. അസംബ്ലിയിൽ സാവിയോ തന്റെ തെറ്റേറ്റു പറഞ്ഞു. ക്ലാസിന്റെ തറയിൽ അവൻ മുട്ടിൽ നിന്നു. കർത്താവിന് വേണ്ടി സഹിക്കുമ്പോൾ എത്രമാത്രം മാധുര്യമാണെന്ന് ഡൊമിനിക്കിന് തോന്നി. പക്ഷേ ഈ സമയം അവന്റെ ശത്രുക്കൾക്ക് നെഞ്ചുപൊട്ടി. ഒരിക്കലും ഡൊമിനിക്കിനെ അധ്യാപകർ ഇതുപോലെ ശിക്ഷിക്കുമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ഇന്റർവെൽ ആയപ്പോൾ അവർ പ്രധാന അധ്യാപകനോട് തെറ്റ് ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു. നിരപരാധിയായ സാവിയോയെ ഞാൻ ശിക്ഷിച്ചു പോയല്ലോ എന്നോർത്ത് അദ്ദേഹവും പൊട്ടിക്കരഞ്ഞു. സാവിയോയെ അദ്ദേഹം ഓഫീസിലേക്ക് വിളിപ്പിച്ചു. മുട്ടുകുത്തി നിന്ന് അവന്റെ കാൽമുട്ടുകളിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ടവൽ കൊണ്ട് കാൽമുട്ടുകൾ തുടച്ച് സൗമ്യമായി ചോദിച്ചു, എന്താണ് കുഞ്ഞെ നീ കാട്ടിയത്? ആ തെമ്മാടികളല്ലേ തെറ്റ് ചെയ്തത്? സാവിയോ പുഞ്ചിരിയോടെ പറഞ്ഞു, അങ്ങ് അവരെ ഇത്തവണ ശിക്ഷിച്ചാൽ തീർച്ചയായും സ്കൂളിൽ ഇനി അവർക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ തെറ്റ് ഞാൻ ഏറ്റെടുത്തത്. അങ്ങ് അവരോട് ക്ഷമിക്കണം. അധ്യാപകൻ സാവിയോട് വാക്കുകൾ അനുസരിച്ചു. അവർ പിന്നീട് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഈ മാതൃക നമുക്കും മാതൃകയാക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.